ഒരധിനിവേശ ജീവിയായ ന്യൂട്രിയ അഥവാ മയോകാസ്റ്റർ കോയ്പസ്. ഇവയുടെ സ്വദേശം ദക്ഷിണ അമേരിക്കയാണെങ്കിലും ഇന്ന് ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇവയുടെ സാന്നിധ്യമുണ്ട്. 1782 മൊളിന എന്ന ഗവേഷകനാണ് എലികളും മുള്ളംപന്നികളും ബീവറുകളുമൊക്കെ ഉൾപ്പെടുന്ന സസ്തനികളുടെ റോഡൻഷ്യ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇവയെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഓറഞ്ച് നിറത്തിലുള്ള വിചിത്രമായ മുൻഭാഗത്തെ 2 ജോഡി ഇൻസിസാർ പല്ലുകൾ, അവയുടെ ഉപയോഗം, ഇവയുടെ രോമങ്ങളുടെ പ്രത്യേകത, ഇവ ഇന്ന് ലോകമെമ്പാടും പെറ്റുപെരുകാനുള്ള കാരണം തുടങ്ങിയവയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിരത്തി 1800കളിലാണ് ഇവയെ ആദ്യമായി ഫ്രാൻസിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇവയുടെ അധിനിവേശത്തിന് തുടക്കം കുറിച്ചത്. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് മാംസ്യത്തിനും തുകലിനും വേണ്ടിയാണ് 1939-ൽ 150ഓളം ന്യൂട്രിയകളെ ഫ്രാൻസിൽ നിന്നും ജപ്പാനിലേക്ക് ഇറക്കുമതി ചെയ്തത്. അത് പിന്നീട് പെറ്റുപെരുകുകയും ചെയ്തു. തികച്ചും ഒരു സസ്യഭുക്കായ ന്യൂട്രിയ തുകലിനു വേണ്ടിയും മാംസ്യത്തിനു വേണ്ടിയും മറ്റു പല രാജ്യങ്ങളും ഇറക്കുമതി ചെയ്തു. ഒരു അർദ്ധജലജീവിയായ ന്യൂട്രിയ ജലാശയങ്ങളിലെ പായലുകളെയും കളകളെയും ഒക്കെ നശിപ്പിക്കാനായി ചില രാജ്യങ്ങൾ ഉപയോഗിച്ചു പോന്നു. ഇവയുടെ അധിനിവേശവും ക്രമാതീതമായ പെറ്റുപെരുകലും പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. പ്രത്യേകിച്ചും തടാകങ്ങളുടെ വരമ്പുകൾ, നെൽപ്പാട വരമ്പുകൾ, ജലസംഭരണികൾ തുടങ്ങിയവയിൽ മാളങ്ങൾ നിർമ്മിച്ച് നീരൊഴുക്കിനെ തടയുന്നതിലൂടെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി. കൂടാതെ കൃഷിയിടങ്ങൾ നശിപ്പിക്കാൻ, അതുപോലെ ജലസസ്യങ്ങളുടെ അമിതമായ ഉപയോഗം, മത്സ്യങ്ങളുടെ മുട്ടകൾ നശിപ്പിക്കൽ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ ന്യൂട്രിയ മൂലം ഉണ്ടാകുന്നു. ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മിക്ക രാജ്യങ്ങളും ഇവയെ നിയന്ത്രിക്കാനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അവയൊക്കെ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇന്നും ജപ്പാനിൽ ഇവയുടെ സാന്നിധ്യം കൃഷിയിടങ്ങളിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂട്രിയയുടെ ഇറക്കുമതി, കൈവശം വെക്കൽ, കടത്തൽ തുടങ്ങിയവ ഇന്നും ജപ്പാനിൽ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആക്ട് പ്രകാരം നിരോധിച്ചിരിക്കുകയാണ്. കൂടാതെ ഇവ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. വൈറൽ, ബാക്ടീരിയൽ, ടോക്സോപ്ലാസ്മ, അതുപോലെ പരാദജീവികൾ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ജന്തുജന്യ രോഗങ്ങളുടെ വാഹകരായി ഇവർ പ്രവർത്തിക്കുന്നു. ഏകദേശം 4 മുതൽ 9 കിലോഗ്രാം വരെ ഭാരമുണ്ടാകുന്ന ഇവയുടെ ആയുസ് ഏകദേശം 6 വർഷം വരെയാണ്. ഇവയുടെ മുൻഭാഗത്തെ നീളമുള്ളതും ബലമുള്ളതുമായ 2 ജോഡി ഇൻസിസാർ പല്ലുകൾ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് നിറത്തിലാണ്. ഇവ ഉപയോഗിച്ച് വലിയ മാളങ്ങൾ ഉണ്ടാക്കാനും കളകൾ നശിപ്പിക്കാനുമൊക്കെ ഇവയ്ക്ക് സാധ്യമാകുന്നുണ്ട്. ഇവയുടെ മാംസ്യം, തുകൽ എന്നിവയ്ക്ക് പുറമെ ഇത്തരത്തിലുള്ള പല്ലുകൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും നിർമ്മിക്കാറുണ്ട്. അത്തരത്തിൽ നിർമ്മിച്ച ചില ആഭരണങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ 2 ജോഡി ഇൻസിസാർ പല്ലുകൾക്ക് പുറമെ ആഹാര സാധനങ്ങൾ ചവച്ചരയ്ക്കുന്നതിനായി 2 നിരയായി നിരവധി അണപ്പല്ലുകളും
ഇവയുടെ ശരീരത്തിൽ കാണാം. ഈ കാണുന്നത് ഇവയുടെ അസ്ഥികൂടത്തിൻ്റെ ചില ദൃശ്യങ്ങളാണ്. ന്യൂട്രിയയുടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ജപ്പാനിലെ ഹിരോഷിമയിൽ നിന്നാണ്. മറ്റു ചില വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.